നമ്മള് ഒരാഴ്ച 2 ആഴ്ചത്തേക്കുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. ദീപം ദീപം. അയ്യോ, ആരെങ്കിലും കവർ കൊണ്ടുതരും. ആപ്പിൾ എവിടെ ഉണ്ടായിരിക്കുന്നത് നോക്കിക്കേ. നമുക്ക് ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് സുഖമായിട്ട് പറിക്കാൻ പറ്റുന്ന. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ലോങ് വീഡിയോ എന്താണ് ടോപ്പിക്ക് എന്നൊക്കെ ഉള്ളത്. ഞങ്ങൾ പുറകിൽ സാധനങ്ങളൊക്കെ കാണാം. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഈ തോട്ടം കാണിച്ച് തരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ റെഡിയാണോ? പക്ഷേ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം തോട്ടത്തിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ഈ തോട്ടം വരുന്നത് അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറകുവശത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കയറാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ തോട്ടം വരുന്നത്. നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ്. ഇത് എത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. സംഭവം കുറച്ച് കയറാനുണ്ട്. അത്യാവശ്യം കുന്നുപോലെയാണ്. നല്ലോണം കിതയ്ക്കും എന്ന് പറഞ്ഞാൽ നല്ല അണപ്പുണ്ടാവും. അയ്യോ, ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഈ കാണുന്നത് കൊണ്ടൊരു സുഖം. പിന്നെ ഈ തവണ സമ്മർ നല്ല ഹീറ്റ് വേവ് ഉള്ളത് കൊണ്ട് തന്നെ കുറേയൊക്കെ ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഇത് കണ്ടു, ഉണങ്ങി പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നനയ്ക്കാനും കാര്യങ്ങളൊന്നും ആരും വരത്തൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ മാവും പ്ലാവൊക്കെ നമ്മൾ നനച്ചു കൊടുത്തിട്ടാണോ, അത് നാച്ചുറലായിട്ട് വളരില്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആപ്പിൾ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് ഓൺ വോയിസ് ഉണ്ടാവും, ഇടയ്ക്ക് ഇതിൻ്റെ അകത്തുള്ള ലൈവായിട്ടുള്ള വോയിസും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ടോളറേറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ എത്തിക്കാൻ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഓ, ഇവിടെ കയറി വരുമ്പോഴേ കിതച്ചു. എക്സസൈസ് ചെയ്യണം. ആപ്പിള് മരത്തിൻ്റെ മേലെ ഇലയൊന്നുമില്ല. ഫുള്ള് ഇലയൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഓട്ടം സ്റ്റാർട്ട് ചെയ്യാനായി സമ്മറൊക്കെ ഏകദേശം എൻഡ് ആവാറായി. അതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ തോട്ടം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഷോർട്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് എനിക്കൊന്നും പറഞ്ഞു തരാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുരുമ്പിച്ചിട്ടുണ്ട്. ഫുള്ളാണ് ഇതിങ്ങനെ കട്ടിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഗ്രീൻ ആപ്പിളാണ് ഇവിടെ കൂടുതലും ഉള്ളത് കേട്ടോ. പ്ലമ്മിന്റെ സെഷൻ, ഇത് ഫുള്ള് ഗ്രീൻ ആപ്പിളിന്റെ തന്നെ സെഷനാണ്. ഗ്രീൻ ആപ്പിൾ മാത്രമേ ഉള്ളൂ. എനിക്കൊരു ഗ്രീൻ ആപ്പിൾ പറിക്കണം. ഇതൊക്കെ നോക്കിക്കേ, എത്രയാ! ഇതൊക്കെ ഇങ്ങനെ കൊല പോലെ ഒറ്റ ഇതിൻ്റെ അകത്ത് 3, 4, 5 ഒക്കെയാണ് ഉള്ളത്. എൻ്റെ കെട്ടിയവൻ ഇവിടെ ആപ്പിൾ എടുത്ത് കഴിക്കാൻ പോകുന്നുണ്ട്. മധുരമുണ്ടോ? ഈ ഗ്രീൻ ആപ്പിൾ മധുരം ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതിനൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ടാവും. ഇതുണ്ടോ? ഈ യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ആപ്പിൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ എല്ലാം കയറി പറിച്ചിട്ട് കാര്യമില്ല. ചിലത് നല്ല പുളിയായിരിക്കും. മഴ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് തന്നെ ആപ്പിളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ ഇങ്ങനെ കുത്ത് വന്നു പോയിട്ടുണ്ട്. പുള്ളിക്കുത്ത് വീണിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ മരത്തിന് മേലെ അധികവും പുള്ളിക്കുത്തുള്ളതാ. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരണോ? ആപ്പിൾ മരമാണ്. എൻ്റെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ പൊതുവേ ഹൈറ്റ് കുറവാന്ന് എന്നോട് എല്ലാവരും പറയുന്നുണ്ട്. ആപ്പിൾ എവിടെ ഉണ്ടായിരിക്കുന്നത് നോക്കിക്കുക. നമുക്ക് ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് വളരെ അടുത്താണ്. ചെറിയ മക്കൾക്ക് വരെ പറിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഞങ്ങൾ ഇതിനു മുന്നേ ഷോർട്സ് ഇട്ട സമയത്ത് പിന്നെ ഇതിൽ ചോദിക്കാനും പറയാൻ ആൾക്കാരില്ലേ, നിങ്ങൾക്ക് തോന്നിയ പോലെ പറിക്കാൻ പറ്റുമോ, ആൾക്കാർ വന്ന് തല്ലും, തോട്ടക്കാർ വന്ന് തല്ലും, അങ്ങനത്തെ ഓരോരോ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കമ്പനി ലീസിനെടുത്ത അപ്പാർട്ട്മെൻറ്റും അവരുടെ സ്ഥലമാണ്. അതിനോട് അടുപ്പിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ആരും വരുന്നില്ല. ഇവിടെ ഇന്ന് വന്നിട്ട് പുല്ലൊക്കെ വെട്ടിപ്പോയിട്ടുണ്ട്. അല്ലാതെ ഈ ഫ്രൂട്ട്സ് പ്ലക്കിങ്ങിനോ ഒന്നും ആരും വരുന്നില്ല. ഇവിടുത്തെ ആൾക്കാർ തന്നെ, നമ്മളിവിടെ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ പറിച്ച് കഴിക്കുന്നത്. പക്ഷേ ഇവരും പറിച്ച് കഴിക്കുന്നില്ല. ആർക്കും അത്ര ഒരു ഇങ്ങനെ കണ്ടോണ്ടാണ്, ഇങ്ങനെ നിറച്ച് കണ്ടോണ്ടാണോ എന്നറിയില്ല, ആർക്കും വേണ്ട. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ഫ്രൂട്ട്സ് ഇവിടുന്ന് പറിച്ച് കൊണ്ടുപോയാൽ നമ്മൾ സെറ്റാണ്. അപ്പോൾ അങ്ങനെ വന്നതാണ്. നിങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. അപ്പാർട്ട്മെൻറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ.
ഈ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഓൾമോസ്റ്റ് 75+ ഇന്ത്യൻസ് താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ജോലീൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ടൗണിലേക്ക് മാറണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മാറിയതാണ്. എന്ത് രസമാണ് ശരിക്കും. നമുക്കൊരു എൻ്റെ ഈ ത്വര നിങ്ങൾ വിചാരിക്കും എന്ത് ആക്രാന്ത ഈ പെണ്ണിന്. പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടുള്ളൊരു ത്വരയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾക്കാർ പക്ഷെ ഇടയ്ക്ക് ഫീൽ ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ അയ്യോ നമ്മളെ ചക്കയും മാങ്ങയും ഒക്കെ കിട്ടുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഇങ്ങനെ പറിക്കാൻ പറ്റുന്ന ഇവിടെ അതൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് അത്രയും മിസ് ചെയ്യൂല. ഫുഡൊക്കെ മിസ് ചെയ്യുന്നതിന് മെയിൻ ഫ്രൂട്ട്സ്, അതായത് ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ പൂതിയായിട്ടില്ല. വീട്ടിലേക്ക് വിളിച്ചാലും ഏട്ടന്റെ വീട്ടിൽ വിളിച്ചാലും എന്റെ വീട്ടിൽ വിളിച്ചാലും ഇത് തന്നെയാണ്. ചക്കപ്പുഴുക്ക് അമ്മ എന്താ ഇന്ന് ചക്കപ്പുഴുക്ക് അല്ലെ കപ്പ, ഇത് തന്നെ. ചെറിയ സങ്കടം ഉണ്ട് കേട്ടോ. ഇത് സൂര്യനോ പുഴോ വരുന്നില്ലടാ. ഈ സാധനം തന്നെയാ. സമയം കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾ വിചാരിക്കും യൂറോപ്പാണ്, നല്ല തണുപ്പാണ്, തേങ്ങയാണ് മാങ്ങയാണെന്ന്. ഇവിടെ 40 ഡിഗ്രി വരെ പോയിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലാ. ഇപ്രാവശ്യം ഞാൻ വന്നോണ്ടാണെന്ന് എനിക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, ചൂടുണ്ട്. 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഞാൻ പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇതിനേക്കാട്ടും നല്ല നമ്മളെ നാട് തന്നെയാ. എന്തുവാ ഇത്? 2-3 മാസത്തേക്ക് ഉണ്ടാവും. പക്ഷെ ഇത്തവണ ഭയങ്കര ഹീറ്റ് വേവ് ആണെന്നുള്ളത് ഒരു ന്യൂസ്. മൊത്തത്തിൽ യൂറോപ്പ് ഫുള്ളായിട്ട് തന്നെയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ മരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകുന്നത്. അങ്ങനെ ഗില്ലിയായിരുന്നു ഇത്. ഞങ്ങളൊരു ഗില്ലിയായിരുന്നു. ഗില്ലി മീൻസ് കുൽസിത പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏരിയ. മദ്യപാൻ ഈ തോട്ടത്തിൽ ഇരുന്ന് നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വേറെ അപ്പാർട്ട്മെന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സോ മുന്തിരിയുടെ ചെടിയാണ്. ഇതാ അങ്ങോട്ട് വാ. ഇത് കഴുകേണ്ട ആവശ്യമില്ല. ഇവിടെ മരുന്നൊന്നും അടിക്കുന്നില്ല. അവിടെയാണ് നിക്കുന്നത്. മുന്തിരി വേണോ? നല്ല മധുര. അപ്പൊ നല്ല മധുരം ഉണ്ട്. ഒരാഴ്ചത്തേക്കുള്ള സാധനം കൊണ്ടുപോവാണ്. മുന്തിരി അവിടെ ഇനിയും ഉണ്ട്. ഞങ്ങൾ തരത്തില്ല. തോട്ടം നിറച്ച ആളുകളാണ് ഗൈസ്. പച്ചമുന്തിരി ഞങ്ങൾ ഹാർവെസ്റ്റിംഗ് ആണ്. ഹാർവെസ്റ്റിംഗ് അതെ കണ്ടോ. വേറൊരാള് സഞ്ചി ഫില്ലുണ്ട്. ഒരുപാട് പിടിപ്പത് പണിയുണ്ട് ഇവിടെ. ഇത് ഗൈസ് മുന്തിരി ഇതിലാണുള്ളത്. ഫുൾ മുന്തിരി. എടാ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടോ ഇതില്. ഇത് ഞങ്ങൾ ഒറ്റയ്ക്ക് തിന്നാന്ന് വിചാരിക്കരുത്. ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പറിക്കാൻ മാത്രമേ മുന്തിരി പറിക്കുന്ന ആള് കൊറേ ഹായ്. ആവശ്യാനുസരണം പറിക്കാൻ പറ്റുന്ന ആപ്പിളുകളാണ്. പ്യൂർ. വാവ്. ഓർഗാനിക് ആയിട്ടുള്ള മുന്തിരി ഞാൻ ലൈഫിൽ അടിപൊളിയാണ്. ഇതാണ്ടോ മുന്തിരിയൊക്കെ എവിടുന്ന് പറിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഒരാഴ്ചക്കുള്ള ഒരു 10 കിലോ ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. ഈ പ്ലം പഴുത്തിട്ടുണ്ട്. ഇത് പഴുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. നല്ലതാ. എടോ നോക്ക്. ഇത് നീ തിന്നോ. ഇത് തിന്നോക്ക്. നല്ല ഇതും തിന്നോക്ക്. നല്ല ഇഷ്ടം. നല്ലോണം ഇങ്ങനെ ഞെങ്ങണം. ഇതൊന്ന് കഴിച്ചോക്ക്.
അതെ 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 അങ്ങനെ ഒരു കളറ് മാറ്റമുണ്ട് അല്ല ഒരു ഓറഞ്ച് ആ ഇത് കഴിച്ചോക്കട്ടെ. പൊട്ടിക്കണ്ട നീ കടിച്ചോ അത്. ആ കണ്ടുപിടിച്ചു ഗൈസ്, ഞങ്ങൾ കണ്ടുപിടിച്ചു. അയ്യോ ആരെങ്കിലും കവർ കൊണ്ടുതരൂ. കവറ് താഴെയുള്ള ഇത് കണ്ടാ, ഇത് വേറെ പ്ലം, അടിപൊളി മധുരം. അയ്യോ പോലെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പറയാൻ പറ്റത്തില്ല. അണ്ണന്മാർ അവിടെ ചാക്ക് ഫുള്ളായിണ്ടാവും. ശരിയാ. നമ്മള് ഒരാഴ്ച 2 ആഴ്ചത്തേക്കുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇനിയുണ്ട് പറിക്കാൻ. ഇനിയും ഉണ്ട്. കൊള്ളാം. അപ്പോ ഇത് എനിക്ക് ആദ്യം കണ്ടതിന്റെ ത്വര ആയിരിക്കാം, കാരണം ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ നമ്മള് ആദ്യമായിട്ട് കാണുമ്പോ നമുക്ക് എന്തോ വലിയ ഇതുപോലെ, ഇത് നമ്മുടെ നാട്ടില് മാങ്ങയും ചക്കയൊക്കെ ഉണ്ടാവുന്ന പോലെ ഇങ്ങനെ ആവശ്യമില്ല, ഇങ്ങനെ നാട്ടിലെ റോഡ് സൈഡിലൊക്കെ ആൾക്കാർക്ക് ഇത് വേണ്ട. ഞാൻ നോക്കുമ്പോ ഇവരുടെ വീട്ടിലെ ആപ്പിൾ ഉണ്ട്, പല ആൾക്കാർ മുന്തിരിയൊക്കെ ഉണ്ട്, പക്ഷെ അവർ കടയിൽ പോയിട്ടാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഞാൻ വിചാരിച്ചു പൊട്ടന്മാരാണ് ഇവര്. നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ചിലപ്പോ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം, ഐ ഡോണ്ട് നോ. പിന്നെ ഇതൊക്കെ എന്താ സ്ഥിരം കാണുന്നല്ലോ നമ്മുടെ നാട്ടിൽ, ഈ മാവൊക്കെ ഉണ്ടാവും, റോഡ് സൈഡിൽ മാവ് ഉണ്ടാവും. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ആപ്പിൾ ഉണ്ട്. എല്ലാ റോഡ് സൈഡിൽ വെറുതെ ആപ്പിൾ വീണിങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാകുന്ന പോലെ നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഞാനൊക്കെ വന്ന ടൈമിൽ ഭയങ്കര ഇതായിരുന്നു, ഇങ്ങനെ 5 വർഷം മുമ്പ് അല്ലേ വന്നത്. അപ്പോൾ നമ്മൾ ഈ ആപ്പിളൊക്കെ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഇത്ര അടുത്ത് കാണുന്നതും ഇങ്ങനെ പറിച്ച് കഴിക്കുന്നതൊക്കെ. അപ്പോൾ പിന്നെ എന്ത് നോർമൽ ആപ്പിൾ അത്ര തന്നെ, വല്ലപ്പോഴൊക്കെ വന്ന് 1-2 പറിച്ച് കഴിക്കുന്നല്ലാണ്ട്. പക്ഷെ നമ്മളിവിടെ വെച്ചിട്ടും ആൾക്കാർ പുറത്ത് പോയിട്ട് വാങ്ങിയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഇന്ത്യക്കാരുണ്ട്. താല്പര്യം എപ്പോഴും ഇതിന്റെ ഓർമ്മയൊന്നുമില്ലല്ലോ, വല്ലപ്പോഴും ആപ്പിൾ കഴിക്കുമ്പോൾ അങ്ങനെ. പിന്നെ വിശക്കുവാണെങ്കിൽ വിശക്കാൻ ഞാനൊക്കെ പണ്ട് കഴിഞ്ഞ വർഷമൊക്കെ 2 വർഷം മുമ്പൊക്കെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് പറിച്ച് കഴിച്ച് അങ്ങനെ പീഴും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കും. അതിനൊരു ഇതുണ്ട്, ഒരു മൂടാകുമ്പോൾ കയറി വരും, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. ഇത് ജസ്റ്റ് ബാക്കിൽ തന്നെയാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ. അതുകൊണ്ട് ഞാൻ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. അവിടെ നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ട്, കളിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞാലും ഇവരെ കമ്പനി നല്ല കമ്പനി റിച്ചാണ്, കമ്പനി റിച്ചാണ്. ഇവർക്ക് ഇതൊന്നും നോക്കുന്ന പോലും ഇല്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കാം, നമ്മളെ നാട്ടിലാണെങ്കിൽ ഞാനിങ്ങനെ നമ്മളെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുന്നത് എന്താ അറിയോ, എനിക്കത് ഫീൽ ചെയ്യുന്നോണ്ടാ. കാരണം ഞാനിപ്പോൾ ആദ്യമായിട്ട് വന്നതാ, അപ്പം എനിക്ക് ആ ഒരു കമ്പാരിസൺ ചെയ്യണം എന്ന് തന്നെ തോന്നുക. കാരണം നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മളെ പറമ്പിൽ ഇപ്പം മാങ്ങയുണ്ട്, നമ്മളൊരു വീട് അപ്പാർട്ട്മെന്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ നാട്ടിൽ മാവുണ്ട്, നമ്മൾ ആ പറമ്പിൽ മാവുണ്ട്, നമ്മൾ അവിടെ താമസിക്കുന്നവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ ഓണർ വന്നിട്ട് എല്ലാം പറിച്ചിട്ട് ഓക്കെ 1 കിലോ മാങ്ങ കൊടുത്താലായി. അല്ലാണ്ട് ഫുള്ളായിട്ട് നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ടോ? ആരത്? ഞാൻ വിചാരിച്ചു അപ്പൊ ആൾക്കാരൊക്കെ ഫോണിൽ സംസാരിക്കാനും ലവേഴ്സിനെ വിളിക്കാനൊക്കെ ഈ തോട്ടത്തിലിരുന്നിട്ട് പുഷ്പിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. കുറെ ആൾക്കാർ, നമ്മളിപ്പോ ഒരു 10-75 ഇന്ത്യക്കാർ വരെ ഈ അപ്പാർട്ട്മെന്റിലുണ്ട്. വലിയ അപ്പാർട്ട്മെന്റ് ആണിത്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് നിങ്ങൾ വേണേ പറിച്ചു കഴിച്ചോ എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കാം, ഐ ഡോണ്ട് നോ. ഇത് ലീസിനെടുത്താന്ന് തോന്നുന്നു കമ്പനി, അങ്ങനെ വേണേ എടുക്കാം. പക്ഷെ അവര് ചെയ്യുന്നില്ല, എനിക്കറിയില്ല. ഇനിയിപ്പോ അവരുടെ വീട്ടിലുള്ളത് കൊണ്ടാണോന്ന് അറിയില്ല. അതുകൊണ്ട് എന്തായി, നമുക്ക് ഉപകാരമായി. നമുക്ക് വീഡിയോ എടുക്കാനും പറ്റി, ഇങ്ങനെ എടുത്ത് തിന്നാനും പറ്റി. നമ്മളോട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കയറുമോ? ഇല്ല, നെവർ. അപ്പൊ നമ്മളോട് അങ്ങനെ പറഞ്ഞില്ല, നിങ്ങൾ എന്ത് വേണേ ചെയ്തു എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഏതെങ്കിലും റൊമാനക്കാരൻ ഭാഷ അറിയാത്തോണ്ട് കുഴപ്പമില്ല. കമ്പനിയിലെ കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പൊ അവർക്ക് ഭാഷ അറിയാത്തോണ്ട് കുഴപ്പമില്ല. വല്ല സബ് ടൈറ്റിൽസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലായി. 1-2 ആൾക്കാർ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. റൊമാനിയൻ മല്ലൂസ് കണ്ടപ്പോൾ റൊമാനിയെ കുറിച്ചുള്ള എന്തോ കാര്യമെന്ന് ചോദിച്ചിട്ട് നിങ്ങളെ ലാംഗ്വേജ് യൂസ് ചെയ്യല്ല, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളുടെ കാര്യങ്ങൾ നമ്മള് നാട്ടുകാരെ കാണിക്കാനല്ല, നമുക്ക് നാട്ടിലുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ലൈഫും ഇവിടുത്തെ എന്താ കൾച്ചർ, കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങൾ ഇവിടുത്തെ. അപ്പൊ അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ ഇനി വരും. അപ്പൊ നിങ്ങൾ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് വരയില്ല കേട്ടോ, നിങ്ങൾ കമന്റ് ഇടുന്നില്ല.
സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, കണ്ടിട്ട് പോവുക. 10,000 20,000 ലൈക്ക് മറ്റേ വ്യൂസ് ഉണ്ട്, പക്ഷെ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയാത്തത്, നമ്മളിങ്ങനെ പിടിച്ചു നിർത്തി സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇഷ്ടപ്പെട്ട് വരുന്നതല്ലേ. നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇഷ്ടപ്പെടുവാണെങ്കിൽ പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്ന് വിചാരിക്കരുത് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. തോട്ടം വൈബ്സ്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ലൊരു പെഗടിച്ചാലോ? നമ്മളല്ല ചേട്ടന്മാരോട് ഞാൻ ചോദിക്കുക, ഒരു പെഗടിക്കാൻ ഇങ്ങനെ ഒരു വൈബ് കിട്ടിയാൽ നിങ്ങൾ പെഗടിക്കും? നല്ല ഗ്രീൻ ആപ്പിൾ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് അതിന്റെ ഉപ്പും മുളകും ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അപ്പോ ഇതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. അപ്പോൾ നമുക്ക് തോന്നിയതുപോലെ നമുക്ക് കഴിക്കാം. പക്ഷെ നമ്മൾ മാക്സിമം വേസ്റ്റ് ആക്കാതിരിക്കുക. അവിടെ കുറേ പേരൊക്കെ പറിച്ച് ചാക്കോടൊക്കെ എടുത്ത് കൊണ്ടുപോകുന്ന ഒരു ശീലമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ മല്ലൂസ് അല്ല, വേറെ ടീംസ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആവുകയാണ് ചെയ്യുക. ആർക്കും ഉപകാരം ആവേശത്തിന്റെ പുറത്ത് കണ്ടിട്ട് എല്ലാം കൂടെ ചാക്കിലാക്കി പറിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മളിപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പറിച്ചിട്ടാണ് പോകുന്നത്. ഗ്രീൻ ആപ്പിൾ ഉണ്ട്, നമ്മളെ റെഡ് ആപ്പിൾ ഉണ്ട്, അതേപോലെ തന്നെ മുന്തിരി, കറുത്ത മുന്തിരി ഉണ്ട്, പച്ചമുന്തിരി ഉണ്ട്, പിന്നെ പ്യുവർ ഉണ്ട്, പ്ലം ഉണ്ട്. ഇതൊക്കെ നല്ല പഴുത്ത സാധനം മാത്രം പറിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ഇങ്ങനെ അവൈലബിൾ ആവുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് വെറുതെ കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ച് പൈസ കളയുന്നത്? കമ്പനിയിൽ നമുക്ക് ഓഫീസിൽ പോകുമ്പോഴായാലും ആപ്പിൾ ഡേ കീപ്സ് എ ഡോക്ടർ അവേ എന്നാണ്. അപ്പോൾ അതിന് ഉപകാരപ്പെടുമല്ലോ. ലെറ്റ്സ് യൂസ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് പറയുക. അതുപോലെ തന്നെ നമ്മൾ ഈ റിസോഴ്സ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പക്ഷേ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക. ഇതിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇതുണ്ട്, എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കുറച്ച് പേരിലുണ്ട്. അതില്ലാതെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം പറിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള എടുക്കുവാണെങ്കിൽ നോ പ്രോബ്ലം. അതർവൈസ് അത് ഇങ്ങനെ യൂസ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആക്രാന്തത്തിന് പോയിട്ട് പറിച്ച് കളയുക എന്നുള്ളൊരു തിങ്കിങ് ഇല്ലാതെ എടുക്കുവാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.